യോ വാട്ട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ്. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്. എത്ര നാളെ, അയ്യോ. ഇത് 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 കേട്ടോ. ഇത് ഇവിടെ ഭയങ്കര മഞ്ഞ് തോന്നിക്കണ്ടേ. ഗ്ലാസ് ഒക്കെ ഉണ്ടാ മൊത്തം ഫ്രീസ് ആയിട്ട് മറ്റേ എന്താണ് ഐസ് പോലെ ഇരിക്കുന്നു, മൊത്തത്തിൽ വള്ളിയാണ്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഇന്ന് ക്രിസ്മസിന് ഒരു വ്ളോഗ് എടുക്കാൻ നിർത്തും. അതായത് കുറെ നാളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഈ മെമ്മറീസ് ഒന്നുമില്ല. അപ്പൊ മെമ്മറീസ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ നിർത്ത്. അപ്പൊ ഇന്നിപ്പോ എന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് നേരെ കമ്പനിക്കാരുടെ അടുത്തേക്ക് പോവാം. നമുക്കിവിടെ കുറച്ച് കമ്പനിക്കാരുണ്ട്, അവരെ ഞാൻ വ്ളോഗ് കാണിച്ചില്ല. അമല് നേരെ ഇവിടുന്ന് പണ്ടേ ഇപ്പൊ വേറെ സ്ഥലത്താണ്, അല്ലാണ്ട് വേറൊരുത്തരും കുറച്ച് അവരുണ്ട്. അപ്പൊ അവരെ കാണിച്ചിട്ട് നമുക്ക് ഇന്ന് എന്താ മൂടുന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇന്ന് എവിടെയൊക്കെ വിടാം. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര കേട്ടാ. ആദ്യം ഗ്ലാസിന്റെ ഈ ഐസും കട്ട് എങ്ങനെയും കളയണം, എന്നിട്ടേ പോവാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ പക്കടപ്പാ. ഓക്കെ, ആ വയസ്സ് എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് അല്ല, ഞാൻ കുറച്ചു വേണ്ടി ഹീറ്ററൊക്കെ ഓണാക്കി ഗ്ലാസിന്റെ ഈ ഐസ് പോകില്ലെന്നൊക്കെ നോക്കട്ടെ, എന്താ മൂടെന്ന് അറിയില്ല. മൊത്തത്തിൽ പക്കടപ്പാ. സ്നോഫാൾ ഇല്ല, പക്ഷെ ഇപ്പൊ -10 അതുകൊണ്ടാണ് ഫ്രീസ് ആയിട്ടിരിക്കണം. അപ്പൊ ഇനിയിപ്പോ അവന്മാരുടെ അടുത്ത് നിന്നിട്ട് കാണാം. ഓക്കെ, സീ യു ഗൈസ്. എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ. അയ്യോ എടാ പോലടാ, ഇവിടെ നിക്കടാ. നമ്മളെ അണ്ണനുണ്ട്, അണ്ണൻ ഫ്രം തമിഴ്നാട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് അജിത്ത് ഉണ്ട്, അതുപോലെ ജിത്തു ഉണ്ട്. അപ്പൊ നമ്മളപ്പോ കുറെ നാളെ കഴിഞ്ഞ് ട്രിപ്പ് പോയാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വ്ളോഗ് കാറിന്റെ ഓർഡർ കാണണമെങ്കിൽ ഒന്നും തോന്നരുത്. നമ്മൾ നിർത്തിയിടത്തേക്ക് പോണത് പെട്ടടിക്ക് പോകണില്ല, മയമ പോകത്തുള്ളൂ. നിർത്തിയിടത്തേക്ക് പോണത് വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു വാട്സാപ്പ് പോളതാണ്. ഇത് റെന്റിനാണ്. അപ്പോൾ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളെല്ലാം ചെക്കിങ് കുഴപ്പമില്ല, വണ്ടി ഓക്കെ ആണെന്ന്. പക്ഷെ നമ്മളത് നിർത്തി പോകത്തുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വല്ല പണി കിട്ടിയാലോ. അപ്പോൾ ഇവിടുന്ന് 100-400 കിലോമീറ്റർ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ പോണ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്കോപ്പാനാണ്. നമ്മളെന്തായാലും ഗൈസ് ഇവിടുന്ന് 4.5 മണിക്കൂറുണ്ട്, 428 കിലോമീറ്റർ. ഫക്ക് ബ്രോ, ഫക്ക് എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മളപ്പോൾ ഒരു ഡബിൾ സ്ട്രോങ് മേടിച്ച്, എന്താണ് എസ്പ്രസോ ഒക്കെ മേടിച്ച് ഇതൊക്കെ കുടിച്ച് പവറായിട്ടൊന്ന് ഓടയ്ക്കാന്ന് പറഞ്ഞത്. പോയല്ലേ, എന്താ ഒയ്യേ പോവാം ക്യാമറ ചെയ്യുന്ന കേട്ടോ. നമ്മളിപ്പോൾ എത്രയാണ് 200 കിലോമീറ്റർ നടന്നല്ലേ? ഇല്ല, 200 കിലോമീറ്റർ ആവാൻ പോകണില്ല. അപ്പോൾ വണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മൂത്രയിക്കണല്ലേ? കൊള്ളാം. നല്ല തണുപ്പുണ്ട് ഗൈസ്. -12 -10 സോ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടൊക്കെ കാണാം. നല്ല ട്രാവലിംഗ് ദൂരം ഉണ്ട്. 264 കിലോമീറ്റർ കൂടി ഉണ്ട്. ഞാൻ അവിടെ ചെല്ലട്ടെ കേട്ടോ. അവിടെ ഇനി ചിലപ്പോൾ നിർത്താനൊന്നുമില്ല, ഡയറക്റ്റ് ഒറ്റ വിടലായിരിക്കും. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വിടിയേ. ഓക്കെ, ഇനി നമ്മൾ വെറും 114 കിലോമീറ്ററും കൂടി ഉള്ളു. അവിടെ 5:45 നിർത്തും. അപ്പോൾ അടുത്ത ഗ്യാസ് അടിച്ചിട്ട് നമ്മൾ വിടുകയാണ്. അവന്മാരവിടെ പൈസ കൊടുക്കാൻ പോയിരിക്കുകയാണ്. ഇനി ഇവിടെ മൊത്തം ഗ്രാമപ്രദേശമാണ്. അതായത് അത്യാവശ്യം നമ്മുടെ ഈ വാഗമണ്ണ്, കട്ടപ്പന ആ റൂട്ട് പോലത്തെ പ്രദേശമാണ്. ഹൈവേ അല്ല, അത് കാരണം ഒരു സമാധാനമുണ്ട്. ഫൈനലി നമ്മളങ്ങനെ സാക്കോപ്പന റീച്ച് ആയിട്ടുണ്ട്. സോ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല കിട്ടുന്ന മിഷൂരൊക്കെയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ. മാനൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. കൊമ്പില്ലാത്ത മാൻ അതാ. ഇത് നമ്മളൊരു പെട്രോൾ പമ്പിൽ എത്തുന്ന വന്നിരിക്കുകയാണ്. സ്നോ ആണ് ഇവിടെ ഫുള്ള്. എന്താണ്ട് ഇവിടുത്തെ മാന് കൊമ്പില്ലാത്ത? എന്തെല്ലാം മാന് പെമ്പിള്ളേരാ.
ഇത് മാന തന്നെ ഇല്ലേ ഇത്? അല്ലാണോ? ആണോ? ആ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലി നമ്മളിവിടെ മൗണ്ടൻ കയറാൻ വീണ്. ഫുള്ള് ഹൈക്കിംഗ് ആയിരിക്കും. സംഭവം കൊള്ളാം. പക്ഷേ എന്താണ്, സൺറൈസ് പിടിക്കണമെന്ന് ഓർത്ത് വന്നതാണ്. പക്ഷെ അത് കിട്ടിയില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്കായിരുന്നു, പക്ഷേ നമ്മൾ കൺഫ്യൂസ് ആയിപ്പോയി. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങും എല്ലാം. അപ്പോൾ അത് കാരണം കൺഫ്യൂസ്. അപ്പോൾ ജിത്ത് വണ്ടിക്കകത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ അതിൽ വണ്ടി കൊണ്ട് താഴ്ത്തില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പെട്രോൾ പമ്പിൽ അവൻ അതിലേക്ക് ഇരുന്നോളാം, തലവേന വന്നില്ല. അപ്പോൾ നമ്മളിനി ഹൈക്കിങ്ങിനായിട്ട് പോയാണ്. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണോ? എത്ര ടിക്കറ്റിൻ്റെ റേറ്റ് ഒക്കെ അറിയൂ? ഇതാണ് കൊള്ളാട്ടാ. വേറെ മൂഡ് വിഷ്വലി തണുപ്പുണ്ടെന്നല്ല. തണുപ്പ് എത്ര -6 -8 ഉണ്ട്. കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ നമ്മളിത് അതിൻ്റെ മേലോട്ടാണ് പോണത്. ഇവിടെ കിടലും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പൊള്ളി മുഡ് ഏത് ഗൈസ്. അങ്ങനെ നമ്മള് മേലോട്ടാണൊക്കെ. എങ്ങാണ്ട ഈ വഴിയാണ് അറിയൂ? എടാ അതിലും വഴിയാണെന്ന് തോന്നുന്നുണ്ടാ. ഇത് സ്ട്രെയിറ്റ് ചെയ്ത് അങ്ങോട്ടും പോണ്ട്. അവിടെ ഒരു വഴിയുണ്ട്, ഇവിടെ ഒരു വഴിയുണ്ട്. ആ ഇത് വണ്ടിക്ക് പോണോ? പക്ഷെ ഇത് വണ്ടി പോകാറില്ല. ഏതാണ്ട് ഇപ്പൊ ഇവിടെ നിന്നാണ് മറ്റേ വണ്ടി വരുന്നത്. ആണോ? എന്തായാലും നമുക്ക് വിടാം. നട്ടക്കം കണ്ട് നട്ടക്കം മഞ്ഞുമല കണ്ട് പൊളിച്ചെടുക്കുക. അങ്ങനെ നമ്മള് നടന്നോണ്ടിരിക്കാണ്. അപ്പൊ ഇതിനും വഴിയാ പോയിക്കൊണ്ടിരിക്കണേ. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തായിരുന്നുണ്ട്, അത് കാണിക്കാൻ പറ്റില്ല. അണ്ണാ വാണാ. അപ്പൊ ജിത്ത് ആണെങ്കിൽ അവന് ഭയങ്കര മൈഗ്രൈൻ്റെ വിഷയമുള്ള കാരണം തണുപ്പ് കൂടി കൊണ്ട് തലവേദന ഭയങ്കര കൂടി. അപ്പോൾ അത് കാരണം വണ്ടി കിടന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഒന്നും കൂടിയാണ് പോണത്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വലിയൊരു കാര്യം മറന്നു. കാര്യം ഷൂസ് ഷോക്ക് പോയി, കാഷ്വൽ ഷൂസ് ആയിപ്പോയി. വിൻ്റർ ബൂട്ട്സ് ആണെങ്കിൽ എടുക്കാനും മറന്നു. അത് ആ കാര്യം വിട്ടും പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വെച്ച് അങ്ങോട്ട് നമുക്ക് മുൻപോട്ട് പോവാം. എന്താണെന്നറിയില്ല, ഇപ്പം തന്നെ കാലം വരെ വെച്ച് മൊത്തത്തിൽ ഇതായിട്ടിരിക്കുകയാണ്. പൊക്കടപ്പാണ്, അറിയില്ല എന്താവുന്നു. പക്ഷേ എന്തോ ഒരു കിഡിലന്മാരായിരിക്കും ഏറ്റവും വീട്ടിൽ എത്താൻ പറ്റണം. 12 മണിക്കല്ലേ? അതായത് ഇപ്പോൾ 8:15 12 ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. തണുപ്പുണ്ട് നല്ല രീതി. പക്ഷേ ചിൽ ബ്രോ ചിൽ. എനിക്ക് മഞ്ഞുമല കാണണം, നല്ല വെട്ടിത്തിറങ്ങുന്ന പഞ്ഞുപോലത്തെ മഞ്ഞുമല. അപ്പോൾ അവരും മുടി പിടിക്കാനായിട്ട് പോയി. പക്ഷെ ഇവിടുത്തെ മരമൊക്കെ കാണാൻ നല്ല രസമുണ്ടോ? ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടോ? എന്തോ ഒരു പ്രത്യേക ഒരു ബ്യൂട്ടി. നീ ആദ്യമായിട്ടില്ല, നീ മുമ്പിട്ടുള്ളതല്ലേ? ഇവൻ മെയിൻ ട്രാവലറാ. ഇന്ത്യയിലും എന്താണ് വേറെ ഓരോ രാജ്യത്തും എല്ലായിടത്തും പോയിട്ടുള്ള. ഇവരൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയായിരുന്നു എന്നേക്കെന്നെ കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ഷൈയാണ് സംസാരിക്കാനൊക്കെ. ഫൈനൽ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. എത്താറായില്ലേ? ഓടാ ഇനി എന്താ 3 മണിക്കൂറും കൂടി. കാലിൻ്റെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ശരീരമൊന്നും വലിയൊരു തണുപ്പില്ല. കാല് ഫ്രീസായിട്ട് ഭയങ്കര ഷോക്ക്. വിരലൊക്കെ ഉണ്ടാകുന്നതിനും അറിയില്ല. ഞാൻ ടിഷ്യൂ എടുത്ത് ഷൂവിനകത്ത് ഇട്ടിട്ട് തള്ളിക്കറ്റി. ടിഷ്യൂവേ ഞാൻ ടിഷ്യൂ എടുത്ത് ഷൂവിൻ്റെ തള്ളിക്കറ്റി. ഷൂ ആണോ അറിയില്ല. എന്താ പക്ഷെ എനിക്ക് മണ്ടത്തരം വിൻ്റർ ഷൂ എടുത്തില്ലേ. പക്ഷേ ഞാൻ പറഞ്ഞില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ വളരെ ഒരു പ്രയത്നത്തിനിടെ ഒരു വലിയൊരു ടാസ്ക് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത്. ബിക്കോസ് അത് പ്രശ്നമായി തന്നെ. കാല് സീനായി പോയി. കാല് ഭയങ്കരമായിട്ട് പ്രശ്നമായി. എനിക്ക് ഒട്ടും പറ്റണില്ല.
ഞാനപ്പോൾ ഓർത്ത് അതായത് 4 കിലോമീറ്റർ കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ 2 കിലോമീറ്റർ കയറി. അപ്പോൾ 2 കിലോമീറ്റർ കയറിയപ്പോൾ തന്നെ കാല് ഭയങ്കരമായിട്ട് ഫ്രീസായി. എനിക്കറിയാൻ പറ്റാം, കാല് ഭയങ്കര വേദന വെച്ചാൽ ഭയങ്കര വേദന, സഹിക്കാൻ പറ്റുള്ളതായിരുന്നു. ഞാൻ കുറച്ച് ടിഷ്യൂ ഒക്കെ എടുത്ത് ചുറ്റി വെച്ചിട്ട് നടക്കണില്ല. പിന്നെ അവസാനം ഞാൻ ഓർത്ത് 4 കിലോമീറ്റർ കയറിയിട്ട് അതൊന്നും തിരിച്ചിറക്കാൻ പറ്റില്ലെങ്കിൽ ആരും നോക്കാൻ പോലും ഇല്ല. ഇവർക്ക് തന്നെ പൊക്കിക്കൊണ്ട് വരാനും പറ്റില്ല ആ തണുപ്പത്തൊന്നും. അപ്പോൾ ഫുക്കടപ്പാവും. അത് മാത്രമല്ല ഞാൻ വണ്ടി ഓടിക്കണ്ട വീട്ടിലോട്ട്, അപ്പോഴേക്കും മൊത്തത്തിൽ ലോക്കാവും. അത് കാരണം നേരിട്ട് പോകുന്നു. അപ്പോൾ ജിത്ത് കോഫി കുടിക്കാൻ പോയി. അപ്പോൾ അജിത്തും അണ്ണനും കൂടി ഇപ്പം അങ്ങോട്ട് നേരെ മേലായിട്ട് കയറിയിട്ടുണ്ട്. അവർ കുറച്ച് വീഡിയോ കോൾ ചെയ്ത് നല്ല കിട്ടലും വിഷ്വൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷേ വിൻ്റർ ഷൂസ് ഇല്ലാത്തതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ നിങ്ങളാരെങ്കിലും സാക്കോ പാനലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻ്റർ ഷൂസ് എടുത്തോ, അത് മസ്റ്റാണ്ടാ. സാധാരണ കാഷ്വൽ ഷൂ ഇട്ട് വന്നു കഴിഞ്ഞാൽ 3G ആണ്. അത് 1 ഷോ എന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കാണ്. അത് പെട്ടും വെച്ചാലേ സീനാണ്. അപ്പോൾ നൈസായിട്ട് ഞാനിവിടെ വല്ല ലൊക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു പീസ് പിടിക്കണം. അപ്പോഴേക്കും ഞാനിവിടെ വല്ല കാർ ഓടിച്ച് പോയിട്ട് വല്ല ലൊക്കേഷൻ ഉണ്ടോ നോക്കട്ടെ. ഹൈക്കിങ് ചെയ്യാനായിട്ടാണ് വിൻ്റർ ഷൂസ് ഇല്ലാത്തവർ 1 ഷോക്കും. അപ്പോൾ ആ ലൊക്കേഷൻ ഉണ്ടോ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വല്ല വിഷ്വൽസ് കാണിച്ചു തരാൻ പറ്റും. ഞാൻ മാക്സിമം കാണിച്ചു തരാം. ഓക്കെ, നൈസാണ്, വേറെ മൂടാണ്. അപ്പോൾ അവരുടെ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മേ ബി കിട്ടുമായിരിക്കും. ഗൈസ്, അങ്ങനെ ഞാനും ജിത്തും കൂടി നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു വ്യൂ പോയിന്റെങ്കിലും കണ്ടിട്ട് ഇവിടെ നിന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ ഗൈസ്. അതായത് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടിട്ട് പോകണം നല്ലൊരു ആഗ്രഹമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കി നടക്കേ എവിടെയെങ്കിലും നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ മൊത്തം വീടാണ്, ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടൊക്കെ ഉണ്ടാ കൊള്ളാൻ കാണാം. നല്ലൊരു സെറ്റപ്പാണ്. അതായത് വീട് തന്നെ അല്ലടാ ഇത്. അമ്പൂ നേരെ കാണുന്നൊരു സ്ഥലമുണ്ട് നല്ലൊരു ദേശീയത്. അവന്മാരവിടെ കിട്ടില്ല മൂടായിരിക്കും പിടിക്കണം.